കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുടുംബകോടതി ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല് ആവാൻ സാധ്യതയുള്ള ഒരു ചരിത്ര വിധി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കേസിൻ്റെ എന്താ പറയുക എവിഡൻസ് സ്റ്റേജിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം നിലവിലുള്ളതാണ്. അതിപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എന്ന് പറയുകയാണെങ്കിൽ ഒരു വിവാഹ സമയത്ത് ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും സ്ത്രീധനമായി ഒരു സംഖ്യ ആവശ്യപ്പെടുവാനായിട്ട് പാടില്ല എന്നും, അതുപോലെ തന്നെ വിവാഹം നടക്കുവാനായി ഭാര്യ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, സ്ത്രീധനം ഓഫർ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഓഫൻസ് ആണെന്നും ആ ഓഫൻസ് പ്രകാരം നല്ല രീതിയിലുള്ള ശിക്ഷകൾ ലഭിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിലെ രണ്ട് കക്ഷികൾക്കും ഇത് ബാധകമായിട്ടാണ് വിവരിക്കുന്നത് എന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, ഒരു കേസ് വരുമ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടു, കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു 99% കേസുകളും വരാറുള്ളത്. ഈ കേസുകളിലെ വില്ലത്തി എന്ന് പറയുന്നത് 99% ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മായി അമ്മ, ഇതിലെ ഇര എന്ന് പറയുന്നത് പാവപ്പെട്ട മരുമകൾ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കേസുകൾ മൊത്തം വരാറുള്ളത്. നമ്മുടെ സമൂഹവും അങ്ങനെ തന്നെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ സീരിയലുകളും സിനിമകളും എല്ലാതും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സ്ത്രീധന നിരോധന നിയമത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കേസും, ആ കേസിനെ നമ്മൾ കോടതിയിൽ തെളിവെടുപ്പ് സമയത്ത് സത്യം തെളിയിച്ച ഒരു കാര്യവുമാണ് പറയുന്നത്. അതായത് ഈ കേസിൽ നമ്മൾ ഏകദേശം ഒരു 24 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ആ 24 ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വന്നതിന് ശേഷം അവസാനം ഈ പെൺകുട്ടി അഡ്വക്കേറ്റ് കമ്മീഷന് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്: ഈ ഒരു വിവാഹം നല്ല രീതിയിൽ നടക്കുവാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഭാര്യയുടെ വീട്ടുകാർ 100 പവനും ബെൻസ് കാറും ഓഫർ ചെയ്തു എന്ന് ഈ പെൺകുട്ടി പറയുകയും, അങ്ങനെ പറഞ്ഞ കാര്യം അഡ്വക്കേറ്റ് കമ്മീഷൻ ഡിപ്പെൻഡൻ്റായിട്ട് അവിടെ പേപ്പറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു തെളിവാണ്. ആ തെളിവ് ഇനി മാറ്റുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഭാര്യയുടെ വീട്ടുകാർ ഭർത്താവിന് സ്വർണം അല്ലെങ്കിൽ ക്യാഷ് ഇതുപോലുള്ള വസ്തുക്കൾ ഓഫർ ചെയ്ത് കല്യാണം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒഫൻസാണ്. ആ കാര്യം കോടതിയുടെ മുമ്പിൽ പ്രത്യേകമാണ്. ഈ സംഭവം വായിച്ചിട്ട് ഈ ജഡ്ജി സ്ത്രീധനം ഓഫർ ചെയ്ത പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. ആ വിധി എങ്ങനെയാണ് വരിക എന്നെനിക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ 7 വർഷവും കഠിന തടവുമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയായിട്ട് മാറും. അപ്പോൾ കോടതി പെൺകുട്ടീനെയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും ഇനി ശിക്ഷിക്കുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ആകാംക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സത്യം തെളിയിക്കുക എന്നുള്ളതാണ്. ശിക്ഷയും ശിക്ഷാ നടപടികളുമൊക്കെ കോടതിയാണ് തീരുമാനിക്കുക. പക്ഷേ ഈ കേസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ കേസ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ഈ കേസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു സാധാരണ തയ്യൽ ജോലിക്കാരിയാണ്. 2 പെൺമക്കളാണുള്ളത്. ആദർശത്തിൻ്റെ പുറത്തും ജാതകം നേരെയാവാത്തതിൻ്റെയും ഒരു പ്രശ്നം കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പോവുകയും പെൺകുട്ടിയുടെ എന്താ പറയുക, ആ പെണ്ണ് കാണുന്ന സമയത്തുള്ള ആ ഒരു സ്വഭാവത്തിൻ്റെ ആ ഒരു ബിഹേവിയറും, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ നീണ്ടു നിൽക്കുന്ന മുടി ഇഴകളും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങളും കണ്ടപ്പോൾ ജാതകവും ശരിയായപ്പോഴാണ് വേറെ ഒന്നും നോക്കാതെ ഇവർ ഈ കല്യാണത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഈ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് വീടില്ല, അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. യാതൊരുവിധ സാമ്പത്തിക സുരക്ഷിതവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിലും നല്ല സ്വഭാവവും നല്ല വിദ്യാഭ്യാസവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ കല്യാണം കഴിച്ചത്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചത്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ അത്യാവശ്യം വരുമാനമുണ്ട്, കല്യാണം കഴിച്ച് ചെല്ലുക, കുറച്ച് നാൾ നിന്നതിന് ശേഷം അവിടെ നിന്നും ഗാർഹിക പീഡനം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരിക. അതിനുശേഷം ഇവർക്ക് എതിരെ സ്ത്രീപക്ഷ നിയമങ്ങളായിട്ടുള്ള സെക്ഷൻ 144, DV ആക്ട് 498 പോലുള്ളത് കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു സംഖ്യ
കമ്മീഷനായിട്ടോ സ്ത്രീധനമായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലും മേടിക്കുക. അതിനുശേഷം ഇവർ നല്ല വീടും പറമ്പും സെറ്റാക്കിയതിന് ശേഷം ഇതിനേക്കാളും മികച്ച രീതിയിലുള്ള വേറെ ഒരു പുരുഷനെ രണ്ടാമത് കല്യാണം കഴിക്കണം എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭിണിയാവാതിരിക്കുവാനായിട്ട് ഈ പെൺകുട്ടിനെ അവർ ഉപദേശിച്ചിരുന്നു. രാത്രി കാലങ്ങളിൽ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ പെണ്ണിൻ്റെ അമ്മ ഫോൺ വിളിച്ച് സംസാരിച്ച് ഇരിക്കുകയും അവസാനം ക്ഷീണിച്ച് ഭർത്താവ് ഉറങ്ങും, അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിറ്റുവേഷൻ്റെ അപകടം മനസ്സിലാക്കിയ ഭർത്താവ് എന്ത് ചെയ്തു, രാത്രി പരിപാടി എന്നുള്ളത് പകല് മാറ്റുകയും അങ്ങനെ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കോമഡി എന്ന് പറയുന്നത്. അവസാനം കോടതിയിൽ നമ്മൾ തെളിയിക്കുകയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്നും പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടി വീട്ടുകാരാണ് സ്ത്രീധനം ഓഫർ ചെയ്തിട്ടുള്ളത് ത്രൂ നമ്മുടെ ബ്രോക്കർ ചെയ്തിട്ടുള്ളത് എന്നും അവൾ കൃത്യമായി കോടതിയിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീധനം വാഗ്ദാനം ചെയ്തതിന് പെൺകുട്ടിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. തീർച്ചയായും അതിൻ്റെ ആൻസർ എന്താകും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു 3-4 മാസത്തിനുള്ള റിസൾട്ട് വരും, വിധി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പെൺകുട്ടി അമ്മേനെ വിസ്തരിക്കാനുണ്ട്, അതിനുശേഷം ആർഗ്യുമെൻറ്റ്, അതിനുശേഷമാണ് ഈ ജഡ്ജ്മെൻറ്റിലേക്ക് വരാൻ പോണത്. അപ്പോൾ അതിനെത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. സമയം എടുത്താലും ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി കൃത്യമായി അത് എവിഡൻസ് സ്റ്റേജിൽ ചോദിച്ച് സത്യം പുറത്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തെളിയിക്കാനായിട്ട് പറ്റും. പക്ഷെ കണ്ടീഷൻ ഇതാണ്, പെൺകുച്ചിൻ്റെ സ്വർണം എടുക്കാത്ത, പെൺകുച്ചിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാത്ത ഭർത്താക്കന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കേസിൻ്റെ ട്രയലിൻ്റെ എൻഡ് വരെ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൃത്യമായ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. ക്ലിയർ ആയില്ലേ? സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. സമാന്തരമായ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് അവരെയും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും കയറ്റുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അതായത് ഇവിടെ നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിക്കാനുള്ള അവകാശം, നമ്മുടെ സ്വകാര്യത എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിൾ 21 നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾസും ഭരണഘടനയും അതുപോലെ തന്നെ ഇവിടെയുള്ള നിലവിലുള്ള സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ കൃത്യമായി പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കള്ളക്കേസുകൾ നമുക്ക് പൊട്ടിച്ച് പുറത്ത് ഇറങ്ങുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇത് നേരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലായിട്ടുള്ള മറ്റൊരു കോടതി വിധി കാത്തിരിക്കുന്ന ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.